ഞാൻ വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം ഇതിനെപ്പറ്റി എല്ലാവരും വീഡിയോ ചെയ്യേണ്ടത് നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കാന്നുള്ള ഈ വീഡിയോ ഇട്ടിട്ട്. പക്ഷേ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, നല്ലവരായ അർജൻറ്റീന ഫാൻസ്. അവരും പിന്നെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വരുന്ന ഒത്തിരി നല്ലവരായ അർജൻറ്റീന ഫാൻസ് ഉണ്ട്. ഇവരുടെ ഒക്കെയുള്ള പെരുമാറ്റം കാണുമ്പോഴും ഇവരുടെ ഒക്കെയുള്ള ന്യായീകരണം കാണുമ്പോഴും സത്യത്തിൽ മനസ്സിന് വിഷമമുള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ സത്യസന്ധമായിട്ട് ഫുട്ബോളായിട്ട് കണ്ടുകൊണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇന്നലത്തെ കളി എങ്ങനെയാണ്. അവസാന 15 മിനിറ്റിൽ അർജൻറ്റീന 3 ഗോൾ അടിച്ച് തിരിച്ചു വന്ന് അവരിപ്പോൾ വേൾഡ് കപ്പ് വിജയിക്കുമായിരിക്കും, ചിലപ്പോൾ പോയി കപ്പ് പോലെ അടിക്കുമായിരിക്കും. എന്നാലും നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ വേൾഡ് കപ്പിൻ്റെ തുടക്കം മുതൽ ആദ്യത്തെ കളിയിൽ മെസ്സി ചെയ്ത സ്റ്റഡ് മുതൽ ഇന്നലത്തെ ലാസ്റ്റ് അവർ അടിച്ച ഗോള് സാലേനെ ഫൗൾ ചെയ്ത് അവിടെ പറയാം. എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും എന്തൊക്കെ റൂൾസ് പറഞ്ഞാലും ശരിയാണ്, റൂൾസിൻ്റെ ഉള്ളിൽ നിന്ന് വേണം കളിക്കാനായിട്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിന് നിരക്കുന്ന രീതിയിലല്ല എന്ന് ഏത് മനുഷ്യനും അറിയാൻ പറ്റും. ചില നല്ല അർജൻറ്റീന ഫാൻസ് ഉണ്ട്, യഥാർത്ഥത്തിൽ അർജൻറ്റീനയായിട്ട് കാണുന്നവരും ഫുട്ബോളായിട്ട് കാണുന്നവരും. അവരൊക്കെ ശരിക്കും ഇന്നലത്തെ കളി അർജൻറ്റീനയുടെ വിജയം അത്ര നല്ല വഴിക്കല്ല എന്ന് പറയുന്നവരും ഉണ്ട്, ശരിയാണ്. പക്ഷേ ഒത്തിരി പേര് അർജൻറ്റീനയെ ന്യായീകരിക്കുന്നതാണ് ഞാൻ ഇന്നലെ കണ്ടത്. ഇന്നലെ എന്നല്ല, ഈ വേൾഡ് കപ്പ് ത്രൂ ഔട്ട്. നിങ്ങൾക്ക് അതിനെ ഒന്ന് ചിന്തിച്ച് നോക്കി അറിയാലോ. ആ മെസ്സി പെനാൽറ്റി പാഴാക്കിയപ്പോൾ ഫിഫയുടെ പ്രസിഡന്റിന്റെ മുഖഭാവം പോയത് എന്തിനാ അധികം പറഞ്ഞത്? ഫിഫയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഈജിപ്തും ഫിഫയുടെ ഉള്ളിൽ വരുന്ന ഒരു ടീം തന്നെയല്ലേ. കഴിഞ്ഞ പ്രാവശ്യം കളിച്ച ആ ടീമില്ലേ, എൻ്റെ പേര് കേപ്പ് വെറുതെ, അവരും ഫിഫയുടെ ഉള്ളിൽ തന്നെ വരുന്ന ടീമല്ലേ. അപ്പോൾ അവരൊക്കെ തോറ്റിട്ട് ഈ അർജന്റീന ജയിക്കുമ്പോൾ മാത്രം ഇത്ര സന്തോഷിക്കാനും അർജന്റീനയ്ക്ക് വേണ്ടി ഇത്രയ്ക്ക് റെഫറിമാർ കൈക്കൂലി വാങ്ങിയതൊന്നും ഞാൻ പറയില്ല. പക്ഷേ തീരുമാനങ്ങളൊക്കെ അർജന്റീനയ്ക്ക് അനുകൂലമായിരുന്നു. ഇന്നലത്തെ തീരുമാനങ്ങളൊക്കെ എന്താ പറയുക, ഫിഫയുടെ തീരുമാനങ്ങളൊക്കെ ഈജിപ്തിനെതിരായിരുന്നു. ഒരു സത്യസന്ധമായ കളിയായിട്ട് എനിക്ക് ഇന്നലെ ഫീൽ ചെയ്തില്ല. ഈ വേൾഡ് കപ്പിൽ ഉടനില്ല, ഞാനും അർജന്റീനയെ ഇഷ്ടപ്പെടുന്ന മെസ്സിനെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ വേൾഡ് കപ്പോട് കൂടി അർജന്റീന ഫാൻസ് ഇങ്ങനെ വെറുപ്പിക്കണം കണ്ടപ്പം സത്യത്തിൽ മെസ്സിനെയൊക്കെ നമ്മൾ ഉള്ളുകൊണ്ട് ചെറിയൊരു ഇഷ്ടക്കേട് തോന്നിപ്പോവാണ്. എൻ്റെ ഇഷ്ടം കിട്ടിയിട്ട് മെസ്സിക്കൊന്നും ചെയ്യാനൊന്നും ഇല്ലെങ്കിലും ഇന്നലത്തെ കളി കണ്ടപ്പം സത്യം പറയാലോ, അത് ശരിക്കും മനസ്സിന് വിഷമമുണ്ടായി. കാരണം സ്പോർട്സ്മാൻ സ്പിരിറ്റിന് നേർന്നൊരു രീതിയല്ല. ചുമ്മാ ഇടിച്ചിടുന്നു, ചുമ്മാ ഫൗൾ അടിക്കുന്നു, എങ്ങനെയും ജയിക്കാന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കളി അർജന്റീന ജയിച്ചു, ഇനി അവർ മുമ്പോട്ട് കയറി പോകായിരിക്കും. പക്ഷേ ഇനിയുള്ള കളികളിലെങ്കിൽ ഇങ്ങനെയൊന്നും ആവാണ്ട് മര്യാദയ്ക്കൊന്ന് കളിച്ച് മുമ്പോട്ട് കയറി പോകാനെന്നൊരു ആഗ്രഹമുണ്ട്. അർജന്റീന അങ്ങനെ കളിക്കുന്ന ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല, കാരണം ഈ വേൾഡ് കപ്പ് ഇത്രയും കണ്ടിട്ട്. പക്ഷേ അങ്ങനെ കളിച്ച് റെഫറിമാരെങ്കിലും ഇപ്പോൾ ഇനിയുള്ള കളികളിലെങ്കിലും നന്നായിട്ട് എന്താ പറയുക, സത്യത്തിൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ, മാത്രമേ ആഗ്രഹിക്കാനുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. പറ്റുമെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ബൈ.